UDF സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് പുനരാരംഭിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായും മുസ്ലിം ലീഗുമായാണ് ഇന്ന് ചർച്ച. 4 സീറ്റുകൾ വിട്ടുതരണമെന്ന് ജോസഫ് വിഭാഗത്തോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച ഒരു സീറ്റ് പോലും വിട്ടു നൽകില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ്. ഗുരുവായൂർ കളമശ്ശേരി സീറ്റുകൾ വെച്ചുമാറുന്നത് സംബന്ധിച്ചാണ് ലീഗുമായുള്ള ചർച്ച. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടാൻ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി നാളെ കേരളത്തിലെത്തും. വിനീത വേണുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, സ്ഥാനാർത്ഥി നിർണയം നടത്തുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പലയിടത്തും അല്ലെങ്കിൽ പല വിഭാഗങ്ങളുമായി സംസാരിക്കുമ്പോൾ സീറ്റ് ചർച്ചയിൽ ഒരു തർക്കം ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെ മറികടക്കാനായിരിക്കും കോൺഗ്രസ് നീക്കങ്ങൾ? ഗുഡ് മോർണിംഗ് കീർത്തന. ശ്രുതി, ഇത് തർക്കമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഉഭയകക്ഷി ചർച്ചയിൽ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചർച്ചകൾ തന്നെയാണ്. പ്രത്യേകിച്ച് എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോവുക എന്ന് പോകുമ്പോൾ എത്രയും വേഗത്തിൽ ഈ ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ, സീറ്റ് വിഭജന കാര്യമൊക്കെ പൂർത്തിയാക്കുക എന്നതാണ്. സ്വാഭാവികമായി UDFൽ ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരാറുള്ളതുമാണ്. ഇന്നിപ്പോൾ ജോസഫ് ഗ്രൂപ്പ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായാണ് പ്രധാനമായും ചർച്ചകൾ നടത്തുന്നത്. 4 സീറ്റുകൾ വിട്ടുതരണമെന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം. പക്ഷേ ജോസഫ് ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു നിലപാടെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചകൾ ഏറെ നിർണായകമാണ്. നമുക്കറിയാവുന്ന പോലെ ഇടുക്കി, ഏറ്റുമാനൂർ, കോതമംഗലം, കുട്ടനാട് സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റുമാനൂർ വിട്ടു നൽകിയാൽ പകരം പൂഞ്ഞാർ നൽകണമെന്നതാണ് കേരള കോൺഗ്രസ് ജോസഫിന്റെ നിലപാട്. ഇടുക്കി വിട്ടു നൽകുന്നതിലും തീരുമാനമായിട്ടില്ല. റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്ന സീറ്റിൽ റോഷി അഗസ്റ്റിനെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം കോൺഗ്രസ് ദീർഘകാലമായി പറയുന്നതാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കാനില്ലെങ്കിൽ ആ സീറ്റ് കൃത്യമായും ഏറ്റെടുക്കാം എന്നത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂഞ്ഞാർ വിട്ടു നൽകുമോ എന്നതാണ്. ഏതായാലും ഇന്ന് നൽകുന്ന ചർച്ചയിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഏതായാലും 2 സീറ്റുകളെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ടു നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന് മുസ്ലിം ലീഗുമായി നടത്തുന്ന ചർച്ചകളാണ്. അതിൽ ഗുരുവായൂർ കളമശ്ശേരി സീറ്റുകൾ, ഈ 2 സീറ്റുകളും വെച്ചുമാറുന്നതിൽ ഏതാണ്ട് ധാരണയായി എന്നാണ് ആദ്യഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ പിന്നീട് അക്കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല എന്നുകൂടി അറിയുന്നു. ഇതിൽ ഏത് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നൊക്കെയുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മാത്രമല്ല ലീഗിന്റെ പരമ്പരാഗതമായ മണ്ഡലങ്ങൾ വിട്ടു നൽകുന്നതിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുമുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിൽ കൂടി ഇന്ന് തീരുമാനമാകുമെന്നാണ് കരുതുന്നത്. UDF ഏതായാലും സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് വേഗത്തിൽ കടക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി നാളെ വീണ്ടും കേരളത്തിലെത്തും. മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തും. എത്രയും പെട്ടെന്ന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക എന്നതാണ് UDF ലക്ഷ്യമിടുന്നത്.